ഹലോ മക്കളെ, 7ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് സോഷ്യൽ സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത് 14 ചാപ്റ്റേഴ്സ് ആണ്. 14 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 7th നിങ്ങൾ പഠിച്ചത് കൂടുതലും എന്താണ്, കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ 14 ചാപ്റ്ററുകളിൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ജോഗ്രഫിയുടെ ഒരു ഭാഗം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ എക്കണോമിക്സിന്റെ അങ്ങനത്തെ ഒരുപാട് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരുപാട് മേഖലകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും ഒരു പ്രശ്നം, സോഷ്യൽ സയൻസ് അത് മനഃപ്പാഠം പഠിക്കണ്ടേ, സോഷ്യൽ സയൻസ് വർഷങ്ങൾ പഠിക്കണ്ടേ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പഠനം എളുപ്പമാക്കാൻ പറ്റുന്നത്? നിർബന്ധമായും നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് A4 ഷീറ്റോ അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പ്രിന്റുകളോ വാങ്ങി വെച്ചിട്ട് ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിക്കാൻ തയ്യാറാവണം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ന്യൂസ് പ്രിന്റ് വാങ്ങിക്കുന്നു. കുറച്ച് ഒരു നമുക്ക് വളരെ ചെറിയ റേറ്റിന് കിട്ടുന്ന ഒരു സാധനമാണ് ന്യൂസ് പ്രിന്റ് അല്ലെ. അത്രയും ന്യൂസ് പ്രിന്റ് വാങ്ങിയിട്ട് അത് 2 ഭാഗമാക്കി മടക്കാം. എന്നിട്ട് നമുക്ക് എന്താണ്, ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഏർലി ഹ്യൂമൻ ലൈഫ് അഥവാ ആദ്യകാല മനുഷ്യ ജീവിതം അതാണെന്ന് വിചാരിക്കാം. വിചാരിക്കേണ്ട അത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ചാപ്റ്റർ എടുക്കുന്നു, അതിന്റെ ഹെഡ്ലൈൻ എഴുതുന്നു. ശേഷം ആ ചാപ്റ്റർ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എഴുതി വെക്കുന്നു. പ്രധാനമായിട്ടും അതിൽ പഠിക്കാനുള്ളത് ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ചാണ്. പാലിയോലിത്തിക് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്, ഇങ്ങനെ 3 കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഹെഡിങ്, നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട അതിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആ നോട്ടിൽ എടുത്ത് എഴുതി വെക്കണം. ഈവൻ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അങ്ങനെ നോട്ടുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് മാറും. പിന്നെ വർഷങ്ങൾ മാത്രം എന്ത് ചെയ്യുക? അതിലാകെ വളരെ കുറഞ്ഞ വർഷങ്ങളായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേരുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് മാത്രം സെപ്പറേറ്റ് മറ്റൊരു സൈഡിലും എഴുതി വെക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 1-2 പേപ്പറിലേക്ക് ഒരു ചാപ്റ്റർ ആകെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 14 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വളരെ കുറഞ്ഞൊരു 14, 15, 16 പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആകെ നമ്മൾ അവിടെ എടുത്തു വെക്കേണ്ടുള്ളൂ. എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പേപ്പർ മാത്രം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാടൊന്നും പഠിക്കേണ്ട. പല ആൾക്കാരും ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ നോക്കാതെ ആൾക്കാർ എന്ത് ചെയ്യും? ആൻസർ ചെയ്താൽ നോക്കും സോഷ്യൽ സയൻസ്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 40 മാർക്കിനാണ്, 9ലും 10ലും 80 മാർക്കിലാണ് അല്ലേ? അങ്ങനെ എന്താ ചെയ്യുന്നത് പല ആൾക്കാരും? ഇപ്പോൾ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ചിലപ്പോൾ 4 മാർക്കിന് ചോദ്യമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ആ 4 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദ്യമായിരിക്കും. ചില ആൾക്കാർ 2 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ അത് ഒരുപാട് എഴുതി വെക്കും. റൈറ്റ് എനി 2 പോയിന്റ്, ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ആ 2 ഉദാഹരണങ്ങൾ മാത്രം എഴുതിയാൽ മതി. അല്ലാതെ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് എഴുതി വെക്കും. അങ്ങനെയൊന്നും നമ്മൾ ചെയ്തു വെക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോ ക്ലാസ്സുകളും ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് വലിയ വിഷയമൊന്നുമല്ല. പിന്നെന്താണ്, എപ്പോഴും ആൾക്കാർ പറയും പഠിച്ചാൽ മറന്നു പോകും സാർ, അല്ലെങ്കിൽ എന്താണ് വർഷങ്ങൾ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ വർഷങ്ങളും ടൈം ലൈനുകളും എന്ത് ചെയ്യാറില്ല. ഇപ്പോൾ പൊതുവെ അങ്ങനെ SS സോഷ്യൽ സയൻസിൽ ചോദിക്കാറില്ല. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം സോഷ്യൽ സയൻസ് ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ്. ഒറ്റ ടെക്സ്റ്റ് വെച്ചാൽ 2 ഭാഗമായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സിലെത്തുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും. SS1ഉം SS2ഉം എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് 2ആയിട്ടൊക്കെ മാറും. പക്ഷേ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാടൊന്നും പഠിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 14 ചാപ്റ്റേഴ്സ് ഒരു ദിവസം പഠിക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞു ചാപ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് വലിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇല്ല ഈ 8ാം ക്ലാസ്സിൽ. അപ്പോൾ ആ കുഞ്ഞു ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കുന്നു. ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SS നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ സയൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാനുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ട ഫസൽ സാർ ഉണ്ടാവും, ഇടയ്ക്ക് യേതു സാർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ട്രിക്കുകൾ, ടിപ്സുകൾ, ഇപ്പോൾ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പം പഠിക്കാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ചെറിയ കോഡുകൾ, ചെറിയ ടിപ്സുകൾ, ട്രിക്സുകളൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും? സോഷ്യൽ സയൻസ് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുക. കാരണം നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ നോട്ട് ഉണ്ടാക്കാതെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ ഉണ്ടാവും, 2ാമത്തെ ചാപ്റ്റർ പഠിക്കും, 3ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ 1ഉം 2ഉം നമ്മളോട് മറന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി ഒറ്റ പേജ്, ഒരു ന്യൂസ് പ്രിന്റ് 2 ഭാഗം എഴുതാനേ ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈസിയാണ്. എക്സാമിൻ്റെ തലേന്ന് അത് മാത്രം പഠിച്ചു പോയാൽ മതി. ആ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചു എന്ത് ചെയ്യാം? സോഷ്യൽ സയൻസ് മുന്നോട്ട് പോവാം. സോഷ്യൽ സയൻസ് ഭയങ്കര ഈസി ആയിട്ടുള്ള, നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യണം, അതുപോലെ നമ്മുടെ നാട് എന്തായിരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പോൾ എന്തായാലും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസിനൊക്കെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം. ബൈ.